ഇന്നത്തെ പൂച്ചയ്ക്കാര് മണികെട്ടും എന്നുള്ള ടാസ്കിൽ മിന്നുന്ന വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ശ്രീതു. ശ്രീതുവിൻ്റെ ഈ ഒരു വിജയത്തിന് കുറച്ച് മാറ്റ് കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ശ്രീതുവിന് ശരിയായ രീതിയിൽ മലയാളം മനസ്സിലാക്കാനും പറയാനും സാധിക്കുന്ന ഒരാളല്ല. എന്നിട്ട് പോലും വളരെ മനോഹരമായിട്ട് ആ ടങ് ട്വിസ്റ്ററൊക്കെ പഠിച്ച് പറഞ്ഞിരിക്കുകയാണ് ശ്രീതു. ശരിക്ക് ശ്രീതുവിനെ പോലെ ഭാഷയറിയാത്ത ഒരാൾ അവിടെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു ഗെയിം കൊടുക്കുന്നതിൽ അതിൻ്റെതായ ചെറിയൊരു അൺഫെയർനെസ് ഉണ്ട്. എന്നാലും ശ്രീതു അതിനെ വളരെ മനോഹരമായി മറികടന്നിരിക്കുന്നു. ശ്രീതു അങ്ങനെ വിജയിച്ച് നിൽക്കുമ്പോഴാണ് ഉറങ്ങാൻ കിടന്ന അർജുൻ്റെ വരവ്. അപ്പോൾ ശ്രീതു പറയുന്നുണ്ട്, അർജുനെ ഞാനത് പറഞ്ഞു എന്നുള്ളത്. ദാറ്റ് വാസ് സോ ക്യൂട്ട്. ഇതിനിടയിൽ ഉറക്കമുളച്ചിരുന്ന് തല്ലുകൂടിയവരുമുണ്ട്. പ്രത്യേകിച്ച് നന്ദനയും ജാസ്മിനും തമ്മിൽ നല്ലൊരു അടി ഉണ്ടാകുന്നുണ്ട്. ഋഷിയും ജിൻഡോയും തമ്മിൽ നല്ലൊരു അടി ഉണ്ടാകുന്നുണ്ട്. ടാസ്കിൽ നന്ദനേനെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള പേരിൽ നന്ദന സിജോയും സായികൃഷ്ണയുമായിട്ട് പിണങ്ങുന്നുണ്ട്. എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഈ കളി ഞാൻ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് സുഖമായി ഉറങ്ങിയ അഭിഷേക് ശ്രീകുമാറിനെ പോലുള്ളവരും ഉണ്ട്. അർജുൻ ഈ ടാസ്കിന്റെ തുടക്കത്തിൽ നന്നായി ഒന്ന് ട്രൈ ചെയ്തതാണ്. പിന്നീട് നൈസായി ഉറങ്ങാൻ പോയി. ശരിക്കും ഉറക്കം ഉളച്ചിരുന്ന ആളുകളാണ് സായികൃഷ്ണ, ജിൻഡോ, സിജോ, ജാസ്മിൻ, നോറ, നന്ദന എന്നിവരൊക്കെ. പക്ഷേ നോറയ്ക്കും ജാസ്മിനൊന്നും ഒരു പോയിന്റുകളും കിട്ടിയില്ല. ഈ കളിയിൽ ആകെ കൂടി ടങ് ട്വിസ്റ്ററൊക്കെ ശരിക്കും പറഞ്ഞ് ശരിയായ രീതിയിൽ മാലയിട്ടവർ ഋഷിയും അതുപോലെ തന്നെ ശ്രീതുവും മാത്രമാണ്. ഇവിടെ ശ്രീതുവിനെ ഈ ടങ് ട്വിസ്റ്റർ പഠിപ്പിച്ചു കൊടുക്കുന്നത് ശരിക്കും നന്ദനയും ജാസ്മിനുമാണ്. എന്നിട്ട് ഇവർ തന്നെ അത് തെറ്റിച്ചു. പക്ഷെ ശ്രീതു നന്നായി പറയുകയും ചെയ്തു. ചിലപ്പോൾ അവരുടെ ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഉറക്കമൊക്കെ ഉളച്ച് കുറച്ച് നേരം ഇരുന്നതല്ലേ, റിലേ പോയതുമാകാം. ശ്രീതു ഇത് വളരെ സീരിയസ് ആയിട്ടാണ് ഈ ഗെയിമിനെ എടുത്തത്. കാരണം മിക്ക ഫിസിക്കൽ ടാസ്കുകളിലും ശ്രീതുവിനെ പോലെയുള്ളവർക്ക് ചിലപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. ഇങ്ങനെയുള്ള ടാസ്കുകളാണെങ്കിൽ ശ്രീതു ഒന്ന് പയറ്റി നോക്കാമെന്ന് കരുതിയിട്ടുണ്ടാകാം.